ഇതാണ് നമ്മുടെ വളവന്നൂർ പാടം. പാടം വയൽ എന്നൊക്കെ പറയും. ഈ പാടത്തിൻ്റെ വക്കത്താണ് ഞാൻ കുറേ ചെറുപ്പകാലം മുഴുവൻ 1956, 55, 54 കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ചിരുന്നത്. 60, 61 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ മാരാത്തിക്കാരെന്ന് പറയും. അമ്മാവൻ്റെ വീട്ടിലാണ് ഞങ്ങളൊക്കെ വളർന്നിരുന്നത്. അതിവിടെ അടുത്താണ്. ഇതൊരു അമ്പലക്കുളമാണ്, അല്ലോട്ടുകുളം. അല്ലോട്ടുകുളത്തിൻ്റെ അടുത്ത് ഞങ്ങൾ അമ്മാവൻ്റെ മക്കൾ മീൻ പിടിക്കാനൊക്കെ ഉളിയൊക്കെ ഊതി പിടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അന്നത്തെ കഥയാണ് പറയണത് കേട്ടോ. 60ൻ്റെ മുമ്പ്, ചുരുങ്ങിയതൊരു 10-60 വർഷത്തിൻ്റെ മുമ്പുള്ള കഥയാണ് പറയണത്. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു ആലുണ്ടായിരുന്നു, ഭയങ്കര ആല്. ഈ ആലിൻ ചുവട്ടിൽ വന്നിട്ട് ഈ ആമനപ്രിയന്മാർ വന്നിട്ട് ആമനെ പിടിച്ചിട്ട് ഈ പാറൻ്റെ മുകളിൽ നിന്നിട്ട് അങ്ങോട്ട് ചാടും. അവിടെ അങ്ങനെ ഒരു പാറ ഉണ്ട്, അമ്പലക്കുളത്തിൻ്റെ അവിടെ ഒരു പാറ. ആ പാറൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് ചാടിയിട്ട് ആമ പൊന്തി വരുന്ന നോക്കി നിന്നിട്ട് അതിൻ്റെ കൂടെ ചാടും. അതിൻ്റെ കൂടെ ചാന്തി പോയി വന്നിട്ട് ആമനെ പിടിച്ച് കൊണ്ടുവരും. അതായിരുന്നു അവൻ്റെ രസം. അങ്ങനെ ഈ ആലിൻ ചോട്ടിൽ വന്നുകാണ്ട് ആലിൻ്റെ കൊമ്പത്ത് തൂക്കിയിടും. ആലിൻ്റെ കൊമ്പത്ത് തൂക്കിയിട്ടിട്ട് അപ്പോൾ ആ തൂക്കിയിടുമ്പോൾ അതിൻ്റെ കാട്ടങ്ങളൊക്കെ എല്ലാം പോകും. കാട്ടങ്ങളെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെന്താവും, അത് കുറേ ചമ്മലുകളും ഒക്കെ തീയിട്ട് കൂട്ടിയിട്ട്, ഇതേപോലെ തീയിട്ട് കൂട്ടിയിട്ട് അതിൽ കൊള്ളിയൊക്കെ വെച്ച് അണച്ചിട്ട് എന്ത് ചെയ്യും, ആ ആമനെ അതിൽ വെച്ചിട്ട് ചുടും. മലത്തി വെച്ചിട്ട് തന്നെ ചുടുക. പണ്ടത്തെ സന്യാസിമാർക്ക് പറ്റിയ ബദ്ധം പിന്നെ പറ്റുന്നില്ല. അപ്പോൾ ഒരു പറയരാണ് അത് ആമനെ ചുട്ട് കഴിക്കുന്നത്. അങ്ങനെ അത് ചുട്ട് കഴിച്ചിട്ട് എന്താവും ഇത്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് മീനിനെ പിടിക്കാൻ വേണ്ടി ഉളി ഊതി പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് പാടത്തേക്കുള്ള വഴി ഇപ്പോൾ റോഡായി. അമ്പലം ഇപ്പോൾ അമ്പലമുണ്ട്, പക്ഷേ പഴയ അമ്പലത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ പോയി. പഴയ അമ്പലം എന്ന് പറഞ്ഞാൽ നല്ല പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒരു അമ്പലമായിരുന്നു. അതിലൊരു ദേവീ വിഗ്രഹം ഉണ്ടായിരുന്നു. ആ വിഗ്രഹത്തിൻ്റെ ഒക്കെ ഇവിടുന്ന് പോയി. അപ്പോൾ അല്ലോട്ടുകുളത്തിൻ്റെ അടുത്തുള്ള അമ്പലം, പിന്നെ അതുപോലെ തന്നെ ഇമ്രാന്തിരി ഇല്ലം ആയിരുന്നു ഇത് പണ്ട്. ഈ ഇല്ലത്തിൽ നിന്ന് ആയിരുന്നു നമ്പൂതിരിമാർ കയറി വന്ന് പൂജ നടത്തുന്ന സ്ഥലം അമ്പലം. ഇപ്പോഴും ഇത് പുതിയൊരു അമ്പലമാണ്. ആദ്യം ഉണ്ടായിരുന്ന വഴി ഇവിടെയായിരുന്നു, ഇതിലായിരുന്നു വഴി. ഇമ്രാന്തിരി ഇല്ലം, പിന്നെ നമ്പൂരി എന്ന് പറയും, അധികാരി ഉണ്ടായിരുന്നു, ഉണ്ണി നമ്പൂരി ഉണ്ടായിരുന്നു, കേശവൻ നായരുണ്ടായിരുന്നു. നമ്പൂരിമാർ പിന്നെ അത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നായന്മാരാവും. പിന്നെ അവർ നായന്മാർ കുടുംബമായി. ഇതാണ് ഇപ്പോഴുള്ള അല്ലോട്ടുകുളം അമ്പലം. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് നോക്കട്ടെ. കാലത്തുള്ള ഒരു ചരിത്രം ആണിപ്പോൾ പറയാൻ പോണത്. അമ്പലക്കുളവും ഒക്കെ പോയി. ഇതാണ് പഴയ ഇല്ലം. ഇതിന് താഴെയുണ്ട് ആ ഇല്ലങ്ങൾ. ആ ഇല്ലങ്ങളൊക്കെ പോയിട്ടെല്ലാം ഒക്കെ മുസ്ലിംസിൻ്റെ കയ്യിലായി. ഇത് വീണ്ടും പിന്നെ ഈ അമ്പലം പുതിയത് ഉണ്ടാക്കിയതാണ്. ഇതാണ് പുതിയ അമ്പലം ഉള്ള അല്ലോട്ട് അമ്പലം. അല്ലോട്ട് ശ്രീ ദുർഗാദേവിയാണ് തന്നെ. ദുർഗാദേവി ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ദുർഗാദേവി ക്ഷേത്രം, അല്ലോട്ടുകുളം ദുർഗാദേവി ക്ഷേത്രം കണ്ടല്ലോ. ഇവിടെ പ്രദക്ഷിണ വഴിയാണ് ഇതിങ്ങനെ ഇടത്തോട്ട് പോകണം.
ഇവിടെ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം. ഇതിനകത്ത് തിരുവാതിര മേൽശാന്തിൻ്റെ റൂമാണിത്. മേൽശാന്തികളൊക്കെ ഇവിടെ ഉണ്ടാവല്. ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. എനിക്കധികം ഒന്നും അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ പോകാൻ എൻ്റെ പഴയ ഒരു അറിവ് വെച്ചിട്ട്. ഇതാണ് ശാന്തിമഠം, ഊട്ടുപുര ഒക്കെ ഉണ്ട്. ഇതാണ് ദേവീൻ്റെ നട, ഊട്ടുപുര, ശാന്തിമഠം. ഇവിടെ അന്ന് ഒരു പഴയ ഒരു പറമ്പായിരുന്നു. ഈ പറമ്പിൽ ഭയങ്കര ഒരു മൂച്ചി ഉണ്ടായിരുന്നു, കാട്ടുമൂച്ചിയാണ്. ആ കാട്ടുമൂച്ചിൻ്റെ മേലെ നല്ല മാങ്ങ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ മാങ്ങകളാണ് കേട്ടോ. നല്ല മധുരമുള്ള മാങ്ങയാണ്. ആ മാങ്ങ തിന്നാൻ എന്ത് രസമായിരുന്നു എന്നറിയാം. നല്ല രസമായിരുന്നു, ഭയങ്കര രസമുള്ളൊരു മാങ്ങ. ആ മാങ്ങ ആയിരുന്നു ഞാനും CP കുഞ്ഞുമുഹമ്മദ്, CP കോയക്ക, എൻ്റെ മച്ചുണ്ണന്മാർ രണ്ടുകളും, ഞങ്ങളും 3 പേരും കൂടിയിട്ട് അന്നൊക്കെ റബ്ബറിൻ്റെ ചെരുപ്പ് ഇറങ്ങിയിരുന്നു. ഈ റബ്ബറിൻ്റെ ചെരുപ്പ് കത്തിച്ചിട്ട് പുലർച്ചെ വന്നിട്ട് അത് പെറുക്കാൻ വരും. ആ രാത്രി കാറ്റത്ത് വീണ് കിടക്കുന്നുണ്ടാവും കുറേ മാങ്ങകൾ. അത് പെറുക്കാൻ വേണ്ടി വരും. ആ ഒരു ഓർമ്മ. പിന്നെ ഈ ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു പഴയ ഉണ്ടായിരുന്ന വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹത്തിൻ്റെ അവിടെയൊക്കെ കയറി കളിച്ചിരുന്ന ഒരു പ്രായമായിരുന്നു അന്ന്. ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു അമ്പലത്തിലൊക്കെ അല്ലെ അതിനകത്തൊക്കെ കയറി നിന്ന് കളിച്ചിരുന്ന നല്ലൊരു വിഗ്രഹമായിരുന്നു. ഒരുപാട് 2 ആൾ ഉയരം ഉണ്ടാവും അന്നത്തെ വിഗ്രഹം. ഓട് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു അത്. പിന്നെ അത് എവിടെ പോയെന്ന് അറിയില്ല. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു 15-16 വയസ്സാകുമ്പോൾ ഞാൻ ഗൾഫിലേക്ക് പോയി. പിന്നെ 50 വർഷം കഴിഞ്ഞ് ഇവിടെ സ്ഥിരതാമസം. അതിന് ശേഷമാണ് ഇവിടുത്തൊക്കെ ഓരോ ഒക്കെ മാറിയത്. കാലങ്ങളും കോലങ്ങളും ഒക്കെ മാറി എല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നില.